നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ 5 കഴിഞ്ഞിരിക്കുന്നു. അപരാജിതരായിട്ട് ഒരേ ഒരു ടീമേ ഉള്ളൂ. യെസ്, അത് ആഴ്സണലാണ്. അവർ ബയേണിനെയും തോൽപ്പിച്ച് അവരുടെ കുതിപ്പ് തുടരുകയാണ്. ഈ മാച്ച് ഡേ 5 കഴിയുമ്പോഴുള്ള ഓരോ ടീമുകളുടെയും സ്ഥിതി എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുക. ആദ്യം മാച്ച് ഡേ 5 റിസൾട്ട് ഒന്ന് നോക്കാം. ബെൻഫിക്ക അയാക്സിനെ 2-0 തോൽപ്പിച്ചു. യൂണിയൻ SG ഗാലറ്റസറായി ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. ബോഡോ ഗ്ലിംറ്റിനെ യുവൻറ്റസ് 3-2 വീഴ്ത്തിയപ്പോൾ നാപ്പോളി കറാബാഗിനെ 2-0 തോൽപ്പിച്ചു. മാഴ്സെ ന്യൂക്യാസിൽ യുണൈറ്റഡ് മത്സരം 2-1 മാഴ്സ വിജയിച്ചപ്പോൾ ഡോട്ട്മുണ്ട് VRL മത്സരം 4-0 ഡോട്ട്മുണ്ട് വിജയിച്ചു. ചെൽസി ബാഴ്സലോണയെ എടുത്തിട്ട് അലക്കി ഏകപക്ഷീയമായ 3 ഗോളിന്. പിന്നെ സിറ്റി ലെവർക്യൂസിന് മുന്നിൽ തകർന്നടിഞ്ഞു, അതും സ്വന്തം മൈതാനത്ത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക്. സ്ലാവിയ പ്രാഹ വേഴ്സസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ മത്സരം ഗോൾ രഹിത സമനില. പെഫോസിന് വേണ്ടി ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്ന ഡേവിഡ് ലൂയിസ് 38-ാം വയസ്സിൽ ഗോളടിച്ചു. 2-2 സമനില മൊണോക്കോയുമായിട്ട് അവർ നേടി. കോപ്പൻഹേഗൻ ഖൈറാത്ത് മത്സരം 3-2 കോപ്പൻഹേഗൻ ജയിച്ചത്. റയൽ ഒളിമ്പിയാക്കോസ് മത്സരം 2ാം പകുതിയിൽ ഒളിമ്പിയാക്കോസ് ഗംഭീരമായൊരു തിരിച്ചുവരവിന് ശ്രമം നടത്തി. പക്ഷേ എംബാപ്പയുടെ 4 ഗോൾ മികവിൽ റയൽ ജയിച്ചു, 4-3 ജയിച്ചു. സ്പോർട്ടിംഗ് വേഴ്സസ് ക്ലബ് ബ്രൂഗെ പോരാട്ടം ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് സ്പോർട്ടിംഗ് ജയിച്ചപ്പോൾ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെ അറ്റ്ലാന്റ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. PSV ഐന്തോവൻ ആൻഫീൽഡിലെ വേദിയിൽ വീണ്ടും ഒരു ലിവർപൂൾ വധം നടപ്പാക്കി. 4-1 PSV വിജയിച്ചപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് അവസാന നിമിഷത്തിലെ ഗോളിന് ഇന്റർ മിലാനെ തോൽപ്പിച്ചു 2-1. പിന്നെ ആഴ്സണൽ ബയേണിനെയും എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. 3-1 ആഴ്സണൽ ജയിച്ചു. PSG ടോട്ടനാമുമായിട്ട് ഗോളടി മേളം നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പോയി. ഒടുവിൽ 5-3 വിറ്റീനിയുടെ ഹാട്രിക്കിൻ്റെ ഒക്കെ ബലത്തിൽ PSG ജയിച്ചു. ഇതാണ് ഈ ഒരു മാച്ച് വീക്ക് 5 നടന്നത്. ഇനിയിപ്പോൾ 3 കളികളെ ലീഗ് ഫേസിൽ ബാക്കിയുള്ളൂ. ടീമുകളുടെ ചങ്കിടി പേറുന്ന സമയമായി കഴിഞ്ഞു എന്നർത്ഥം. ഇതിൽ 3 ഭാഗമായിട്ട് നമുക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ ടേബിളിനെ തിരിക്കണം. ഒന്ന് റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടുന്നവർ, അതായത് ആദ്യ 8 സ്ഥാനത്തുള്ളവർ. പിന്നെ നോക്കൗട്ട് റൗണ്ട് പ്ലേ ഓഫിലേക്ക് യോഗ്യതയ്ക്ക് അവസരമുള്ളവർ, അത് 9ാം സ്ഥാനം മുതൽ 24ാം സ്ഥാനം വരെയുള്ളവർ. പിന്നെ എലിമിനേഷൻ ഘട്ടം, അതായത് 25ാം സ്ഥാനം മുതൽ 36ാം സ്ഥാനം വരെയുള്ളവർ. അപ്പോൾ നമ്മൾ നോക്കിയാണ്. ഒന്നാമത് ആരാ? എന്താ സംശയം? കളിച്ച കളിയൊക്കെ വിജയിച്ച് 5 കളി 5ഉം വിജയിച്ച് മുന്നിൽ നിൽക്കുന്ന ടീമായ ആഴ്സണൽ തന്നെ. 15 പോയിൻ്റ് പ്ലസ് 13 അവരുടെ ഗോൾ ഡിഫറൻസ്. ഈ ഗോൾ ഡിഫറൻസിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ അവിടെയൊക്കെ കണ്ടതാണ്. കാരണം ഒരേ പോയിൻ്റുള്ള കുറേ ടീമുകൾ വരും. അപ്പോൾ ഗോൾ ഡിഫറൻസ് വെച്ചായിരിക്കും നിങ്ങൾ ടോപ്പ് 8 വരിക, അല്ല ടോപ്പ് 24 പെടുക എന്നൊക്കെ തീരുമാനിക്കും. ഇപ്പോൾ 24ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനും 20ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനും 25ാം സ്ഥാനവും 26ാം സ്ഥാനം നിൽക്കുന്ന ടീമിനൊക്കെ ഒരേ പോയിൻ്റ് ആവാം. പക്ഷേ ഗോൾ ഡിഫറൻസ് കാരണം 25, 26 ടീമുകളൊക്കെ പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ടീമുകൾ കിട്ടിയാൽ ഗോൾ വർഷം നടത്താനുള്ളൊരു ശ്രമം വമ്പൻ ടീമുകൾ നടത്തും. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ചെറിയ ടീമുകൾ തിരിച്ചും ഗോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഗോൾ ഡിഫറൻസ് കുറഞ്ഞു പോകുന്നൊരു സ്ഥിതിയും നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കാം നമുക്ക്. ആഴ്സണൽ 15 പോയിൻ്റ് 13 പ്ലസ് 13 ഗോൾ ഡിഫറൻസുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. PSG 12 പോയിൻ്റ്, അതായത് ഒരു കളി തോറ്റു, ബാക്കി 4 കളി ജയിച്ചു. 11 ഗോൾ ഡിഫറൻസാണ് അവർക്കുള്ളത്. ബയേണിനും 12 പോയിൻ്റ്, ഇപ്പോൾ തോറ്റല്ലോ, ആഴ്സണലിനോട് തോറ്റു, എന്നാലും 12 പോയിൻ്റ് അവർക്കുണ്ട്, പ്ലസ് 9 ഗോൾ ഡിഫറൻസ്. ഇന്റർ മിലാൻ 12 പോയിൻ്റ് 4ാം സ്ഥാനത്ത്, പ്ലസ് 9 ഗോൾ ഡിഫറൻസ്. റയൽ മാഡ്രിഡ് 12 പോയിൻ്റ് പ്ലസ് 7 ഗോൾ ഡിഫറൻസ് 5ാം സ്ഥാനത്ത്. ഡോട്ട്മുണ്ട് 10 പോയിൻ്റ് 6 ഗോൾ ഡിഫറൻസ് 6ാം സ്ഥാനത്ത്. ചെൽസി 10 പോയിൻ്റ് 6 ഗോൾ ഡിഫറൻസ് 7ാം സ്ഥാനത്ത്. സ്പോർട്ടിംഗ് 10 പോയിൻ്റ് 6 ഗോൾ ഡിഫറൻസ് 8ാം സ്ഥാനത്ത്. ഇതാണിപ്പോൾ റൗണ്ട് ഓഫ് 16ലേക്ക് എത്താൻ സാധ്യതയുള്ള പൊസിഷനിലിരിക്കുന്ന ടീമുകൾ. ഇനി 3 റൗണ്ട് ബാക്കിയുണ്ടേ, ഇതൊക്കെ മാറി മറിയാം. ഇനി നോക്കുക. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. തൊട്ട് പിന്നിലുള്ള സിറ്റിക്കും 10 പോയിൻ്റാണ്, അറ്റ്ലാന്റയ്ക്കും 10 പോയിൻ്റാണ്. പക്ഷെ അവർ ടോപ്പ് 8 താഴേക്കാണ്. അതാണ് ഗോൾ ഡിഫറൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. സിറ്റിക്ക് 10 പോയിൻ്റ്, പക്ഷേ ഗോൾ ഡിഫറൻസ് 5 ഉള്ളൂ, അതുകൊണ്ട് അവർ 9ാം സ്ഥാനത്താണ് വരുന്നത്. അറ്റ്ലാന്റയ്ക്ക് 10 പോയിൻ്റ്, പക്ഷേ ഗോൾ ഡിഫറൻസ് 1 ഉള്ളൂ, അവർ 10ാം സ്ഥാനത്ത്. ഇനി 9 പോയിൻറ്റുമായിട്ടുള്ളവരാണ് തൊട്ട് താഴെ വരുന്ന 2-3 ടീമുകൾ.
ന്യൂകാസിൽ യുണൈറ്റഡ് 9 പോയിൻറ്റ് പ്ലസ് 7 ഗോൾ ഡിഫറൻസുമായിട്ട് 11ാമത്. അത്ലറ്റിക്കോ മാഡ്രിഡ് 9 പോയിൻറ്റ് പ്ലസ് 2 ഗോൾ ഡിഫറൻസുമായിട്ട് 12ാമത്. ലിവർപൂൾ 9 പോയിൻറ്റ് പ്ലസ് 2 ഗോൾ ഡിഫറൻസുമായിട്ട് 13ാമത്. ഗലറ്റസറായി 9 പോയിൻറ്റ് 1 പ്ലസ് 1 ഗോൾ ഡിഫറൻസുമായിട്ട് 14ാമത്. നോക്കുക നിങ്ങൾ, 9 പോയിൻറ്റ് തന്നെയാണ് ഇവർക്കൊക്കെ. ദെൻ PSV ഐന്തോവൻ 8 പോയിൻറ്റ് പ്ലസ് 5 ഗോൾ ഡിഫറൻസ് 15ാമത്. ടോട്ടനാം 8 പോയിൻറ്റ് പ്ലസ് 3 ഗോൾ ഡിഫറൻസ് 16ാം സ്ഥാനത്ത്. ലെവർക്യൂസൻ 8 പോയിൻറ്റ് മൈനസ് 2 ഗോൾ ഡിഫറൻസ് 17ാം സ്ഥാനത്ത്. FC ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾ നോക്കണം, 18ാം സ്ഥാനത്താണ്. 18ാമത് FC ബാഴ്സലോണ 7 പോയിൻറ്റ് പ്ലസ് 2 ഗോൾ ഡിഫറൻസ്. കറാബാഗ് 19ാം സ്ഥാനത്ത് 7 പോയിൻറ്റ് മൈനസ് 1 ഗോൾ ഡിഫറൻസ്. നാപ്പോളി 7 പോയിൻറ്റ് മൈനസ് 3 ഗോൾ ഡിഫറൻസ് 20ാം സ്ഥാനത്ത്. ദെൻ 21 ഒളിമ്പിക് മാഴ്സെ 6 പോയിൻറ്റ് പ്ലസ് 2 ഗോൾ ഡിഫറൻസ്. 22 യുവൻറ്റസ് 6 പോയിൻറ്റ് 0 ഗോൾ ഡിഫറൻസ്. 23 AS മൊണോക്കോ 6 പോയിൻറ്റ് മൈനസ് 2 ഗോൾ ഡിഫറൻസ്. 24 പെഫോസ് 6 പോയിൻറ്റ് മൈനസ് 3 ഗോൾ ഡിഫറൻസ്. അപ്പോൾ ഈ പറഞ്ഞ ടീമുകളുണ്ടല്ലോ, 9ാം സ്ഥാനം മുതൽ 24ാം സ്ഥാനം വരെയുള്ള ടീമുകൾക്കാണ് നോക്കൗട്ട് റൗണ്ട് പ്ലേ ഓഫിലേക്ക് എത്താൻ അവസരം ലഭിക്കുക. അപ്പോൾ ഇതിനിയും മാറി മറിയാം, പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡിങ് എന്നുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 25ാം സ്ഥാനത്തുള്ള ടീമിനും അതായത് യൂണിയൻ STക്കും 6 പോയിൻ്റാണ്. പറഞ്ഞിട്ട് എന്താ, -7 ഗോൾ ഡിഫറൻസ്, അവർ പുറത്താവും ഇങ്ങനെ പോയാൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾ ഡിഫറൻസ്. ദെൻ ക്ലബ് ബ്രൂഗെ 4 പോയിൻറ്റ് -5 ഗോൾ ഡിഫറൻസ് 26ാം സ്ഥാനത്ത്. 27 അത്ലറ്റിക് ക്ലബ് ബിൽബാവോ 4 പോയിൻറ്റ് -5 ഗോൾ ഡിഫറൻസ്. 28 ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് 4 പോയിൻറ്റ് -7 ഗോൾ ഡിഫറൻസ്. 29 കോപ്പൻഹേഗൻ 4 പോയിൻറ്റ് -7 ഗോൾ ഡിഫറൻസ്. 30ാം സ്ഥാനത്ത് ബെൻഫിക്ക 3 പോയിൻറ്റ് -4 ഗോൾ ഡിഫറൻസ്. 31 സ്ലാവിയ പ്രാഹ 3 പോയിൻറ്റ് -6 ഗോൾ ഡിഫറൻസ്. 32 ബോഡോ ഗ്ലിംറ്റ് 2 പോയിൻറ്റ് -4 ഗോൾ ഡിഫറൻസ്. 33 ഒളിമ്പിയാക്കോസ് 2 പോയിൻറ്റ് -8 ഗോൾ ഡിഫറൻസ്. VRL 34ാം സ്ഥാനത്ത് നിൽക്കുന്നു, 1 പോയിൻറ്റ് -8 ഗോൾ ഡിഫറൻസ്. 35ാമത് കൈറാത്ത് അൽമാറ്റി 1 പോയിൻറ്റ് -10 ഗോൾ ഡിഫറൻസ്. 36 അയാക്സ് 0 പോയിൻറ്റ് -15 ഗോൾ ഡിഫറൻസ്. അപ്പോൾ ഇതാണ് എലിമിനേഷൻ സോണിലുള്ളവർ, 25ാം സ്ഥാനം മുതൽ 36ാം സ്ഥാനം വരെയുള്ളവർ. ശ്രദ്ധിക്കേണ്ട കാര്യം, അയാക്സിനല്ലാത്ത ബാക്കി എല്ലാ ടീമുകൾക്കും 1 പോയിൻ്റെങ്കിലും ഉണ്ട്. പിന്നെ ഈ 3 റൗണ്ട് മത്സരങ്ങളേ ഉള്ളൂ. അവരവരുടെ സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിൽ ബാഴ്സലോണ, നാപ്പോളി തുടങ്ങിയ ടീമുകളൊക്കെ പെടാപ്പാട് പെടണം എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ആദ്യ 24 പിടിച്ച് നോക്കൗട്ടിലൂടെയെങ്കിലും മുന്നോട്ട് പോകാൻ അവർക്ക് ശ്രമിക്കേണ്ടി വരും. ഇനി ഇപ്പം ഗോളടിയിൽ ആരാ മുമ്പിൽ? എന്താ സംശയം? 5 കളിയിൽ നിന്ന് 9 ഗോള്. കിലിൻ എംബാപ്പയാണ് ടോപ്പ് സ്കോറർ. രണ്ടാമത് വിക്ടർ ഓസിംഹൻ 6 ഗോളുകളുമായിട്ട് ഗാലറ്റസറായിട്ട് വിക്ടർ ഓസിംഹൻ. മൂന്നാമത് എർലിംഗ് ഹാലൻഡ് 5 ഗോളുകൾ. 4 ഹാരി കെയ്നും അതുപോലെ തന്നെ 5 ഗോളുകളുണ്ട്. പിന്നെ ആൻ്റണി ഗോർഡൻ 4 ഗോളുകളുമായിട്ട്, ഗബ്രിയൽ മാർട്ടിനെല്ലി 4 ഗോള്, ഹെർവി ബാർണസ് 4 ഗോള്, ലൗട്രോ മാർട്ടിനസ് 4 ഗോള്, മാർക്കസ് റാഷ്ഫോർഡ് 4 ഗോള്, വിറ്റീഞ്ഞ 4 ഗോള്. ഞാൻ നിൽക്കുകയാണ്. ഇനിയിപ്പം അസിസ്റ്റിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ, അസിസ്റ്റിൻ്റെ കാര്യത്തിൽ അഷ്റഫ് ഹക്കീമി, ഡൊമിനിക് സബോസ്ലായി, പിറേ എമറിക് അബുമയാങ്, ടിയാനി റൈൻഡേഴ്സ് എന്നിവർ 3 അസിസ്റ്റുകളുമായിട്ട് തലപ്പത്ത് നിൽക്കുന്നു. ഏതായാലും കാര്യങ്ങളിലൊക്കെ ഇനിയും മാറ്റം വരാം. 3 റൗണ്ട് മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.